ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ ഒരു കോൺടാക്റ്റ് സേവ് ചെയ്യാതെ നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു വാട്സാപ്പ് യൂസറെ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ നമ്പർ നമ്മുടെ ഡയൽ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് അതിനുശേഷം ഒരു പേരിൽ സേവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് വാട്സാപ്പിൽ പോയിട്ട് അവരായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാതെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് പ്രത്യേകിച്ച് ഞാനിപ്പം പറയാൻ പോകുന്ന മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത് ബിസിനസ് ഓണേഴ്സിനാണ്. നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിക്ക് നിങ്ങൾക്കൊരു ലിങ്കിലൂടെ തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്, അതുപോലെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റ്സ് അല്ലെങ്കിൽ ട്വിറ്റർ, അതുപോലെ പിന്നെ ഓൺലൈൻ ഡോക്യുമെൻ്റ്. ഈ പ്ലേസിലെല്ലാം നമ്മൾ സാധാരണയായിട്ട് ഒരു ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യേണ്ട ലിങ്കും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ ആ ലിങ്ക് കിട്ടുന്നത് അവർ ജസ്റ്റ് മൊബൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അവർക്ക് ഡയറക്റ്റ് വാട്സാപ്പിൽ നിങ്ങളുടെ നമ്പറിൽ ചാറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്പർ സേവ് ചെയ്യാതെ അവർക്ക് നമ്മളായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഇനീഷ്യൽ കോൺടാക്റ്റ് അവർക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമ്മൾ ഇനീഷ്യലായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബിസിനസ് എൻക്വയറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇനീഷ്യൽ കോൺടാക്റ്റ് വന്നതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ വാട്സാപ്പിൽ എങ്ങനെയാണോ നമ്മൾ നമ്പർ സേവ് ചെയ്യുന്നത് അതുപോലെ ചാറ്റിൽ പോയിട്ട് അവർക്ക് നമ്പർ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കാണ്. https://api.whatsapp.com/send?phone=971 നിങ്ങളുടെ നമ്പർ. ഇതിൽ അവസാനം കാണുന്ന നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രി കോഡും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പറാണ്. അപ്പം ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോയുടെ താഴെ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിക്ക് ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ ഈ നമ്പർ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പം 971 എന്ന് പറയുന്നത് UAE കോൺടാക്റ്റ് കൺട്രി കോഡാണ്. അത് നിങ്ങൾക്ക് ഇന്ത്യൻ കോൺടാക്റ്റ് ആണെങ്കിൽ 91ഉം അതിനുശേഷം നിങ്ങളുടെ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ലിങ്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും നിങ്ങളുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ പല വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ലിങ്കായിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ആർക്കാണോ റിസീവ് ചെയ്യുന്നത് അവർക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ നമ്പറാണ് അവസാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഈ ലിങ്കാണ്. അപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിത് ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ഇത് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വാട്സപ്പിൻ്റെ വെബ് വേർഷനിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇത് മാക്സിമം റിസീവ് ചെയ്യുന്ന യൂസേഴ്സ് എല്ലാം മൊബൈലായിരിക്കും. അതുകൊണ്ട് തന്നെ മൊബൈലിൽ നമുക്ക് ഒന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ മൊബൈലിൽ ഇതാണ് നമ്മുടെ ലിങ്ക്, നമ്മൾ ഷെയർ ചെയ്ത ലിങ്ക്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് മൊബൈലിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ആ നമ്പറിലേക്ക് ചാറ്റിംഗ് സ്ക്രീനാണ് വരുന്നത്. നിങ്ങളിവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഈ നമ്പർ എന്ന് പറയുന്നത് എൻ്റെ വാട്സാപ്പ് കോൺഫിഗർ ചെയ്ത നമ്പറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മുടെ നമ്പറിൽ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾക്കൊരു ബുക്ക് മാർക്ക് രൂപത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സേവ് ചെയ്യാനും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബിസിനസ് നമ്പറും നിങ്ങൾക്ക് ഇതുപോലെ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഈ ലിങ്കിൽ അവസാനത്തെ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ലിങ്ക് നിങ്ങൾക്ക് പല വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലത്തെ മറ്റുള്ള ഓൺലൈൻ മീഡിയകളിൽ നിങ്ങൾക്ക് ഒരു ലിങ്കായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കസ്റ്റമറുടെ ഇനീഷ്യൽ കോൺടാക്റ്റ് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഡൗട്ട് അതുപോലത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.